എന്നാ സ്വീറ്റ് വോയിസ് സെനീറ്റേ, മാജിക്കൽ വോയിസ് കേട്ടോ. സിനിമാ പാട്ട് പാടുന്നതിനേക്കാളും കൂടുതൽ സാറ്റിസ്ഫാക്ഷനും ഒരു പ്രയർ പോലെ എനിക്ക് ഫീൽ ചെയ്തു. കാരണം നമ്മൾ പാടുന്ന പാട്ടിലൂടെ മറ്റൊരാൾ ആശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയൊരു ഗിഫ്റ്റാ അല്ലേ. ക്രിസ്മസ് കരോൾ എന്ന് പറയുമ്പോൾ ജാതിമത ഭേദമന്യേ എല്ലാവരും ഒരേ സ്വരത്തിൽ പാടുന്നൊരു പാട്ടുണ്ട്. ഏതായിരിക്കും? വന്നരാജികൾ വിടരും വാനിൽ വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ. ഈ പറയുന്ന ഓരോ കഥകളും ജീവിതാനുഭവങ്ങളാണ്. സെനീറ്റ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ എക്സ്പെക്ടേഷൻ എന്തുമായിരിക്കും? നല്ലൊരു മനുഷ്യനാണ്. ഓക്കെ. പിന്നെ പാട്ടായിട്ട് ബന്ധമുള്ള ഒരാള്. യഥാർത്ഥത്തിൽ എന്റെ കല്യാണം ഫിക്സ്ഡ് ആണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജിൻ വർഗീസ്. പാട്ടുകൾ ആസ്വദിക്കാത്തവരെ ആരും തന്നെ ഇല്ല. അതും കഥകൾ പറഞ്ഞ് പാട്ട് കേൾക്കുമ്പോൾ കേൾക്കാൻ ഭയങ്കര ഇമ്പമായിരിക്കും. അങ്ങനെ കഥകൾ പറഞ്ഞു കൊടുത്ത് പാട്ട് പാടിയ വൈറൽ താരം സെനീറ്റ ജോയ്സ് ആണ് എന്നോടൊപ്പം. നമസ്കാരം. സെനീറ്റ, എന്തോ ഉണ്ട്? അങ്ങനെ തൃശ്ശൂർ ജില്ലക്കാരി, പാട്ടുകൾ പഠിച്ചു, ഒരുപാട് പാട്ടുകൾ പാടി UK നേഴ്സായിട്ട് പോകുന്നല്ലേ. അപ്പോൾ ഇനി ഞങ്ങൾ പ്രേക്ഷകർക്കൊന്നടങ്കം അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരുപാട് വിദ്യാർത്ഥികൾ UK പോകുന്നുണ്ട്. ഒരുപക്ഷെ ജോലി കൊണ്ടൊക്കെ സ്ട്രെസ്സായി വന്ന് കിടന്ന് ഉറങ്ങാനേ നോക്കത്തുള്ളൂ. എനിക്ക് പാടാൻ കഴിവുണ്ട്, എൻ്റെ ഇഷ്ടപ്പെട്ട ഒരു പ്രണയിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ഈശോയാണ്. ആ ഈശോയുടെ സ്നേഹം മറ്റുള്ളവരിലേക്ക് എനിക്ക് എത്തിക്കണം, പകർന്നു കൊടുക്കണം എന്നൊരു തോന്നൽ വന്നതും, അല്ലെങ്കിൽ അങ്ങനെ ഒരു റൂട്ട് സോഷ്യൽ മീഡിയ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ്? ഞാൻ പണ്ടും പാട്ട് പാടുമായിരുന്നു. ഇങ്ങനെ ഒഴിവ് സമയങ്ങളിൽ പാട്ട് പാടാം. അങ്ങനെ പള്ളിക്കൊയറിലൊക്കെ ഉണ്ടായിരുന്നോ? പള്ളിക്കൊയറിൽ നല്ല ആക്റ്റീവ് ആയിരുന്നു. പള്ളിക്കൊയറിൽ നിന്നായിരുന്നു തുടക്കം? പള്ളിക്കൊയറിൽ തന്നെയായിരുന്നു തുടക്കം. പിന്നെ പള്ളിയിൽ തന്നെ കുറച്ച് കോമ്പറ്റീഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ, നമ്മുടെ കലാമേള. അങ്ങനെ ഇങ്ങനെ ഫൊറോനതലം, രൂപതലം എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ കോമ്പറ്റീഷൻസ് ഉണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെ പോയിരുന്നു. പിന്നെ സ്കൂളിലും ഞാൻ പഠിച്ച ഒരു ക്രിസ്ത്യൻ സ്കൂളിലായിരുന്നു. അപ്പം അങ്ങനെയും കോമ്പറ്റീഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതാണ് എൻ്റെ ഒരു പാട്ട് ബാക്ക്ഗ്രൗണ്ട്. അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ പാട്ട് പാടായിരുന്നു. പക്ഷെ സിനിമാ പാട്ടൊക്കെ ആയിരുന്നു കൂടുതൽ പാടുക. പിന്നെ UK പോയിട്ട് അവിടെ ജോലി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പം എന്താ ബുദ്ധിമുട്ടുണ്ട്. മീൻസ് അവിടെ അഡാപ്റ്റ് ചെയ്യുന്നതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമല്ലോ. പിന്നെ വീട് മിസ് ചെയ്യുന്നു, ഫാമിലി മിസ് ചെയ്യുന്നു. അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു ബുദ്ധിമുട്ട് വന്നപ്പോൾ ഒരു ഡൈവേർഷൻ പോലെ സ്റ്റാർട്ട് ചെയ്തതാണ് പാട്ട് പാടല്. അപ്പോൾ ഈ സിനിമാ പാട്ട് പാടുന്നതിനേക്കാളും കൂടുതൽ സാറ്റിസ്ഫാക്ഷനും ഒരു പ്രയർ പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ കംഫർട്ടബിൾ ആയതുകൊണ്ട് അതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുന്ന ഡിവോഷണൽ സോങ്സ് പാടുന്നു. സമയം കണ്ടെത്തുന്നത് എന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ഡൈവേർഷനാണ്. അപ്പം ഞാൻ എന്തായാലും സമയം കണ്ടെത്തും. ഈ മറ്റു പാട്ടുകാരിൽ നിന്ന് സെനീറ്റ എപ്പോഴും വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, സെനീറ്റ പറഞ്ഞ പോലെ സിനിമാ പാട്ടുകൾ പാടാം, സിനിമാ പാട്ട് പാടി വൈറലായവരും ഉണ്ട്. പക്ഷെ അത്രമേൽ ഡിവോഷണൽ പാടി ആളുകളുടെ ഇഷ്ടം പിടിച്ചു പറ്റുന്ന ആൾക്കാർ വിരലിൽ എണ്ണാവുന്നവർ വളരെ ചുരുക്കമാണ്. പക്ഷെ സെനീറ്റയുടെ പാട്ടുകൾ ആളുകളുടെ മനസ്സിൽ എപ്പോഴും ഇഷ്ടം തോന്നിക്കുന്നത് എന്താന്ന് തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു അവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അവർക്ക് പറ്റുന്നുമുണ്ട്. അതിലുപരി കഥകൾ പറഞ്ഞിട്ടായിരിക്കും ഒരു പാട്ട് പാടുന്നത്. പക്ഷെ സെനീറ്റയുടെ കമന്റിൽ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്, കഥകളൊന്ന് ഷോർട്ടാക്ക്. പക്ഷെ ഒരു കാരണവശാലും ഷോർട്ടാക്കല്ലേ, കഥയാണ് സെനീറ്റയുടെ വിജയം. തോന്നിയിട്ടുണ്ടോ? അങ്ങനെ പറയുന്നവർ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളാണ്. തീർച്ചയായിട്ടും. ചിലർക്ക് കഥ കേൾക്കുന്നതായിരിക്കും ഇഷ്ടം, ചിലർക്ക് കഥ കേൾക്കാത്തതായിരിക്കും ഇഷ്ടം, ചിലർക്ക് പാട്ട് മാത്രമായിരിക്കും ഇഷ്ടം, ചിലർക്ക് പാട്ടേ വേണ്ട കഥ മാത്രം മതി എന്നുള്ളവരും ഉണ്ട്. അവരവരുടെ അഭിപ്രായം. ഞാൻ എൻ്റെ കംഫർട്ടബിൾ ആയിട്ടുള്ള, ഇപ്പൊ എനിക്ക് കഥ പറയാൻ തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറയത്തില്ല, പാട്ട് പാടും, പാട്ട് മാത്രം പാടും. അപ്പോൾ പക്ഷെ പാട്ട് മാത്രമായി കഴിയുമ്പോൾ എൻ്റെ ആ മുഴുവൻ ഇമോഷൻസ് എനിക്ക് ഇടാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നത് കൊണ്ടാണ് ഞാൻ കഥ പറഞ്ഞിട്ട് എന്താണ് ഞാൻ മിസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് എനിക്ക് ഫീൽ ചെയ്യുന്നതെന്നുള്ളത് എനിക്ക് പറയണമെന്ന് തോന്നി. അങ്ങനെയാണ് ഞാനത് സ്റ്റാർട്ട് ചെയ്തത്. ഈ പറയുന്ന ഓരോ കഥകളും ജീവിതാനുഭവങ്ങളാണോ? ജീവിതാനുഭവങ്ങൾ എന്ന് ഞാൻ പറയില്ല. ഞാൻ പറയുന്നതിൽ കുറെയൊക്കെ, അതായത് സ്റ്റോറി പോലെയൊക്കെ പറയുന്നതൊക്കെ അതെ, ഞാൻ മിസ് ചെയ്യുന്ന എൻ്റെ അമ്മച്ചിയുടെ വീട്, അങ്ങനെയൊക്കെ മിസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നത്. പിന്നെ ദൈവം ഇങ്ങനെയായിരിക്കും ചിന്തിക്കുക, ഇങ്ങനെ നന്മ ചെയ്യണം എന്നൊക്കെ പറയുന്നത്, അതൊന്നും പ്രവൃത്തിയിൽ വരുത്താൻ പറ്റാതെ അതൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു നോർമൽ പേഴ്സൺ ആണ് ഞാൻ. വളരെ നോർമലായിട്ട് ജീവിക്കുന്നു, എന്നാൽ നല്ല കുട്ടിയാവാൻ ആഗ്രഹമുണ്ട്, പക്ഷെ അത് പലപ്പോഴും നടക്കുന്നില്ല. അങ്ങനെ ചിന്തിക്കുന്ന വളരെ നോർമൽ ആയിട്ടുള്ള ഒരാളാണ് ഞാൻ. ശരിക്കും ഏറ്റവും വലിയ കാര്യമല്ലേ ചെയ്യുന്നത്? യേശുവിന് വേണ്ടി ഒരു വേല ചെയ്യുക എന്ന് പറയുന്ന ജോലിയുടെ കൂടെ തന്നെ ഇതും ചെയ്യുന്നില്ലേ? ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടോ
നല്ല പാട്ടാണ്, നല്ല സ്വരമാണ്, കഥകൾ നല്ല ഏറെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നൊക്കെ? അത് പറയാറുണ്ട്. എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന കുറെ പേര് മലയാളീസ് ഒക്കെ ഇല്ല. അപ്പൊ അവരാണെങ്കിലും കഥ കേൾക്കാൻ നല്ല ഇഷ്ടമാണെന്നൊക്കെ പറയുമ്പോ സന്തോഷമുണ്ട്. ശരിക്കും സെനീറ്റ ഇങ്ങനെ ഒരു ഐഡിയയിലോട്ട് വരുന്ന സമയത്ത് എങ്ങനെയൊക്കെ ഫേമസ് ആവണം, അല്ലെങ്കിൽ എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ചെയ്യുക, അതാ എന്തായിരുന്നു ചിന്ത? ഫേമസ് ആവണമെന്ന് ഞാൻ ചിന്തിച്ചിരുന്നു. എല്ലാ മനുഷ്യരും ചിന്തിക്കുന്ന പോലെ ചിന്തിച്ചിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അത് നാട്ടിലുള്ള സമയമായിരുന്നു. സിനിമ പാട്ടൊക്കെ പാടുന്ന സമയത്ത് കുറച്ചു പേരൊക്കെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചിരുന്ന സമയം ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ പോയിട്ട് ഞാൻ ജോലി ചെയ്ത് ഞാൻ പാട്ട് പാടി തുടങ്ങിയത് പ്യുവറായിട്ടും എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ്. പിന്നെ 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 ഇങ്ങനെ വീഡിയോസ് ഇങ്ങനെ എല്ലാവരും കണ്ടു തുടങ്ങുമ്പോൾ നോർമലായിട്ട് ഒരു മനുഷ്യൻ ചിന്തിക്കുന്ന പോലെ ഇതും എല്ലാവരും കണ്ടോ, കമന്റ്സ് ഒക്കെ വായിക്കുന്ന അതൊക്കെ എനിക്ക് ക്യൂരിയോസിറ്റി ഉണ്ട്. പക്ഷെ എൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ഇതിനെ പറ്റിയൊന്നും ബോധേഡായിരുന്നില്ല. എനിക്ക് ഒരു എന്താ എൻ്റെ ഒരു കംഫർട്ടിന് വേണ്ടിയിട്ടാണ്, എൻ്റെ ഒരു മനസ്സന്തോഷം. അതെ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പാട്ട് പാടി തുടങ്ങുന്നത്. തുടക്കം എത്ര ഫോളോവേഴ്സ് ആണ്, ഇപ്പൊ എത്രയാണ്? കുറച്ച് വർഷം 400 ഒക്കെ ആയിരുന്നു, പിന്നെ 1000 ഒക്കെ ആയി. ഈ 420 ഫോളോവേഴ്സിൽ നിന്ന് ഇന്ന് എത്തി നിൽക്കുന്ന എത്ര? ഇന്നിപ്പോ കൃത്യം പറയാന്നുണ്ടെങ്കിൽ 88.2K ആയിരിക്കും. ഈ ഇന്റർവ്യൂ കഴിയുമ്പോൾ അത് 100K ആവട്ടെ കേട്ടോ. ഇനിയിപ്പം എല്ലാവരും ഒന്നടങ്കം ആഗ്രഹിക്കുന്നതാണ് സെനീറ്റയുടെ കഥകൾ ഉൾപ്പെടെ ഉള്ളൊരു പാട്ട് കേൾക്കാൻ. അപ്പൊ കേട്ടാലോ? കേൾക്കാം. ചിങ്കടലിൽ നീയെന്നു പാത തെളിച്ചു, മരുവിൽ മക്കൾക്കായി മന്ന പൊഴിച്ചു, ഇരവേലിൽ മേഘത്തണലായി, ഇരുളിൽ സ്നേഹനാളമായി, സീനായ് മാമല മുകളിൽ നീ നീതി പ്രമാണങ്ങൾ പകർന്നേകി, അപപിതാവേ ദൈവമേ അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ ഇന്നും നിറവേറേണമേ. ഓ എൻ്റെ മോനെ, അടിപൊളി കേട്ടോ. എന്നെ സ്വീറ്റ് വോയിസാ സെനീറ്റെ. ശരിക്കും സെനീറ്റയുടെ വോയിസ് കേൾക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് മാജിക്കൽ വോയിസ് കേട്ടോ. അത് വലിയൊരു അനുഗ്രഹമാണ്. ആ ചിരിയാണെങ്കിലും ആ വോയിസ് ആണെങ്കിലും ഒന്നും പറയാനില്ല. ദൈവത്തിന്റെ അനുഗ്രഹം. ഓക്കെ, ഇനിയിപ്പം തൃശ്ശൂർ ജില്ലയിൽ വീട് എവിടാ? ഇരിഞ്ഞാലക്കുടയില് കാട്ടൂർ കരാഞ്ചിറ എന്ന് പറയും. ആരൊക്കെയുണ്ട് വീട്ടില്? എനിക്ക് ചേച്ചിയാണുള്ളത്, പിന്നെ അപ്പനമ്മ. ചേച്ചിയുടെ മാരേജ് കഴിഞ്ഞു. ഈ നമ്മളെല്ലാം കൊച്ചിയിൽ നമുക്ക് ഓരോ ആഗ്രഹങ്ങൾ കാണുമല്ലോ, പൈലറ്റ് ആവണം, ഡോക്ടർ ആവണം. ശരിക്കും സെനീറ്റയുടെ ആഗ്രഹം ഒരു സിംഗർ ആകണമെന്നായിരുന്നു. സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അക്കാഡമി അങ്ങനെ ഒരു ചിന്തയായി. അതായത് എന്തെങ്കിലും പഠിച്ച് ജോലി വാങ്ങിക്കണം അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്തയായി. അത് മൊത്തത്തില് ഒരു പഠിപ്പി ഫാമിലി ആയിരുന്നു. എന്റെ ഫാമിലി മൊത്തത്തിൽ അങ്ങനെ ആർട്സിനൊന്നും ഇമ്പോർട്ടൻസ് അല്ല, വേണം, പക്ഷെ പഠിപ്പ് കഴിഞ്ഞിട്ടേ ഉള്ളൂ ആർട്സ് അങ്ങനെ ചിന്തിക്കുന്നത്. അപ്പൊ +2 വരെ ഫുൾ പഠിപ്പിൽ കോൺസെൻട്രേറ്റഡ് ആയിരുന്നു. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ കോമ്പറ്റീഷൻസ് ഒക്കെ വരുമ്പോൾ പാട്ട് പാടാൻ പോകും, അത്രേ ഉള്ളൂ. പിന്നെ എൻ്റെ ഫാമിലിയിലാണെങ്കിലും ആരും അങ്ങനെ പാട്ട് പാടത്തില്ല, അപ്പൊ ഞാൻ മാത്രമേ പാടത്തുള്ളൂ. അപ്പൊ അമ്മച്ചിക്കും ആണെങ്കിലും അമ്മച്ചി പറയും അതൊരു ബ്ലെസ്സിങ് ആണ്, കാരണം വീട്ടിൽ ആരും പാട്ട് പാടാൻ, ഒരാൾ മാത്രം പാട്ട് പാടാന്ന് പറഞ്ഞാൽ ശരിക്കും ബ്ലെസ്സിങ് അങ്ങനെ പറയും. അപ്പോ പിന്നീട് ഞാൻ പഠിക്കുക എന്നുള്ളത് മാത്രമായി. പക്ഷെ പാട്ട് എപ്പോഴും കൂടെ വേണം. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഈവൻ എനിക്ക് എക്സാം ആണെങ്കിൽ പോലും കൊയറിൽ എന്തെങ്കിലും പള്ളിയിൽ എന്തെങ്കിലും പെരുന്നാളോ പരിപാടി ഉണ്ടെന്നുണ്ടെങ്കിൽ എക്സാം ആണെങ്കിലും ഞാൻ പാടാൻ പോകും. പാട്ടൊരു ലഹരിയായിരുന്നു അല്ലേ? എനിക്ക് വേറെ സിനിമ പാട്ട് പാടുന്നതിനേക്കാളും കൂടുതൽ എനിക്ക് പള്ളിയിൽ പാട്ട് പാടുമ്പോൾ അതൊരു വേറെ ഫീലാ. ഞാൻ വിചാരിക്കുന്നത് ഇപ്പൊ ഞാനിപ്പം പരീക്ഷയ്ക്ക് പഠിച്ചിട്ടില്ലെങ്കിൽ പോലും പള്ളിയിൽ പോയി പാട്ട് പാടിക്കഴിഞ്ഞാൽ എനിക്ക് അത് എക്സാം ഒക്കെ ഓക്കെ ആയിരിക്കും. ഒരു വിശ്വാസം. ശരിക്കും അങ്ങനെ അനുഭവം ഉണ്ടാവാറുണ്ട്. പക്ഷെ പഠിക്കും പരീക്ഷയുടെ തലേദിവസം ആണെങ്കിലും ഇരുന്ന് പഠിക്കും. ഈ UK ചെന്ന് വൈറലായതിനു ശേഷം ഈ കൂട്ടുകാരികളൊക്കെ മെസ്സേജ് അയച്ചോ, എടി നിന്റെ വീഡിയോ വൈറലായി ഞങ്ങൾ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ കുറച്ചു പേരൊക്കെ. പിന്നെ എല്ലാവർക്കും എന്നെ അറിയാവുന്നവർക്കൊക്കെ വലിയ വ്യത്യാസമൊന്നുമില്ല. ഈ പുറത്തിറങ്ങുമ്പോൾ തിരിച്ചറിയുന്നുണ്ടോ ആൾക്കാര്? ഞാൻ പള്ളിയിൽ പോകുമ്പോ കുറച്ചൊക്കെ പേര്
ഇന്ന ചേച്ചിയല്ലേ, അങ്ങനെ അവിടുത്തെ സ്റ്റുഡൻസ് ഒക്കെ, UK-ലുള്ള സ്റ്റുഡൻസ് ഒക്കെ ഇങ്ങനെ പറയാറ്. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അങ്ങനെ ആൾക്കാർ വന്ന് തിരിച്ചറിയുന്ന സമയത്ത് കിട്ടിയ ഒരു സന്തോഷം എന്തുമായിരിക്കും? എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഉം. കാരണം ഇങ്ങനെ പാട്ട് പാടിയിട്ട് അവർ പറയുന്നത് ഇങ്ങനെയാണ്, ഭയങ്കര ഇപ്പൊ ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് ഭയങ്കര ആശ്വാസം തോന്നും എന്റെ പാട്ട് കേൾക്കുമ്പോൾ. ഈവൻ ഞാൻ ഡൗൺ ആയിട്ടിരിക്കുമ്പോൾ എന്റെ ആശ്വാസത്തിന് വേണ്ടിയിട്ടാണ് പാടുന്നതെന്നുണ്ടെങ്കിൽ പോലും അത് വേറൊരാളുടെ ആശ്വാസം ആവണ്ടെന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മൾ പാടുന്ന പാട്ടിലൂടെ മറ്റൊരാൾ ആശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് അല്ലേ? എല്ലാവരും പറയും പോസിറ്റീവ് എനർജിയാണ്. പക്ഷെ ഞാൻ എനിക്ക് ചിന്തിക്കുമ്പോൾ ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം പറയുന്നത്. പക്ഷെ പലർക്കും ഇത് ശരിക്കും ആ ഒരു എന്തോ കോയിൻസിഡൻസ് പോലെ ചിലപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുന്നവരായിരിക്കും എൻ്റെ പാട്ട് കേൾക്കുന്നത്. സെനീറ്റ് ഇപ്പോൾ UK-ലായതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുക, ഒരുപാട് വിദ്യാർത്ഥികൾ പോകുന്നൊരു സ്ഥലമാണ് UK, കാനഡ എന്ന് പറയുന്ന സ്ഥലം. ഓക്കെ, അപ്പോൾ അവിടെ ചെല്ലുന്ന സമയത്തോ അല്ലെങ്കിൽ പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് പൈസയ്ക്ക് പൈസ, ഭയങ്കര സന്തോഷം, ഒരു കുറവുമില്ല. പഴയ ഒരു പഴഞ്ചൊല്ലുണ്ട്, ഇക്കരെ കാണുമ്പോൾ അക്കരെ പച്ച എന്ന് പറയുന്ന പോലെ. ശരിക്കും അവിടെ ചെന്ന് നിന്നാലേ അതിൻ്റെ ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ സെനീറ്റ? ഇപ്പം ജോലിക്ക് വേണ്ടിയിട്ട് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയും ഓക്കെ ആയിരിക്കും. പക്ഷെ ഞാൻ സ്റ്റുഡന്റ് ആയിട്ടല്ല പോയത്, എന്നാലും ജോലിക്കായിട്ട് തന്നെ ജോലിക്കായിട്ട് വേണ്ടി പോയത്. പക്ഷെ സ്റ്റുഡൻസിന്റെ കാര്യം ഇങ്ങനെ കേൾക്കുമ്പോൾ എനിക്ക് വിഷമം വരാറുണ്ട്. കാരണം അവിടെ കുറച്ചധികം സ്ട്രഗിൾസ് ഉണ്ട്. കാരണം പഠിക്കും വേണം, അതിന്റെ കൂടെ ജോബും ചെയ്യണം. പാർട്ട് ടൈം ജോബൊക്കെ കിട്ടല് കുറവാണ്. അങ്ങനെ കുറച്ചധികം ബുദ്ധിമുട്ടുണ്ട്. എന്റെ കാര്യം പറയാന്നുണ്ടെങ്കിൽ എനിക്ക് ദൈവാനുഗ്രഹമാണ്. ജോലിക്ക് വേണ്ടിയിട്ട് അവിടെ പോയി ജോലി കിട്ടി. കുറെ പേര് ജോലിക്ക് പോകാൻ പറ്റാതെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് ബുദ്ധിമുട്ട്, ഒരു പുതിയ ജോലിയിലോട്ട് കയറുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പൊ ആ ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാൽ പോലും ബ്ലെസ്സിങ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. സ്ഥിരം പള്ളിയിൽ പോകുന്നു, കുർബാന കൊള്ളുന്നു, പ്രാർത്ഥിക്കുന്നു, പാട്ടുകൾ പാടുന്നു. പള്ളികളിൽ പോകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മളെ സന്തോഷിപ്പിക്കുന്നത് പെരുന്നാളല്ലേ? പെരുന്നാള് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നുണ്ടായിരിക്കും ഒരു പക്ഷെ സെനീറ്റ. പെരുന്നാള് നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ആ പെരുന്നാളിൽ കിട്ടുന്ന ഒരു ഊർജവും അല്ലെ പെരുന്നാളിൽ കിട്ടുന്ന ഒരു കൂട്ടായ്മയും എന്തായിരിക്കും ഒരു സന്തോഷം പങ്കുവെക്കാനുള്ളത്? ഞാൻ പാട്ട് പാടുന്ന ആളായതുകൊണ്ട് തന്നെ പള്ളിക്കൊയറാണ് എൻ്റെ മിസ്സിങ്. കാരണം പള്ളിപ്പെരുന്നാളിന് വേണ്ടിയിട്ട് ഒരു കൊയർ പ്രാക്ടീസും മൈക്ക് ചെക്കൊക്കെ ഉണ്ട്. അപ്പൊ അത് ഫുൾ ടൈം നമ്മൾ പള്ളിയിലായിരിക്കും. പിന്നെ പെരുന്നാളിന്റെ ആ ബാൻഡ് സെറ്റും പടക്കം പൊട്ടിക്കലും, പിന്നെ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ അമ്പ് പോകുന്നതും, അങ്ങനെ പല പല യൂണിറ്റുകളിലെ അമ്പ് ഇങ്ങനെ പോകും. അപ്പോ ആരുടെയാണ് ഏറ്റവും ബെസ്റ്റ്, ഏതാണ് ബെറ്റർ, അങ്ങനെയൊക്കെ നോക്കി എല്ലാം. പിന്നെ കസിൻസ് ഒക്കെ വന്നിട്ടുണ്ടാവും, അടിച്ചുപൊളിയായിരിക്കും. പിന്നെ ശനിയാഴ്ച ആണെന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ ഓരോ വീട്ടിലെ മാലബൾബ് ഇട്ടെന്ത് കാണാനും പിന്നെ അമ്പ് കാണാനായിട്ട് പള്ളിയിൽ പോവും. അവിടെയാണെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ ബാൻഡ് സെറ്റ് ആയിരിക്കും. മൊത്തത്തിൽ ഭയങ്കര അടിപൊളിയാണ് പെരുന്നാൾ വൈബ്. അപ്പം പെരുന്നാളിന് വേണ്ടി ഇന്ന് മിസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, പ്രവാസികൾ. അവർക്ക് വേണ്ടി ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യും. വിശുദ്ധനായ സെബസ്ത്യാനോസേ, ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധനായ സെബസ്ത്യാനോസേ, ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. സൂപ്പർ. എത്ര ടേക്കോളം എടുക്കുമായിരിക്കും ഒരു വീഡിയോ? അത് ഡിപ്പെൻഡ്സ്. ചിലപ്പോൾ ഞാനിങ്ങനെ ചിലപ്പോൾ ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് നടക്കുന്ന സമയത്തായിരിക്കും ഇങ്ങനെ പ്ലാൻ ചെയ്യാം. അപ്പോഴേ ആരും ഇല്ലല്ലോ കൂടെ, നമ്മൾ ചിന്തിച്ചിങ്ങനെ നടക്കുമായിരിക്കും. അപ്പൊ എനിക്കിങ്ങനെ എന്താ പറയണ്ടേന്നുള്ളതൊരു കറക്റ്റ് ആയിട്ട് ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് ടേക്കിലും. പിന്നെ ഞാൻ സ്ഥിരം പാടുന്ന പാട്ടാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പാടാനായിട്ട് പറ്റും. എനിക്കിത് പറയണം എന്ന് തോന്നിയിട്ട് എനിക്ക് ചിലപ്പോൾ ക്ലാരിറ്റി ഉണ്ടാവില്ല, ജസ്റ്റ് ഒരു ഐഡിയ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഞാൻ ഫുൾ റെഡി ആയിട്ട് ക്യാമറയുടെ മുമ്പിൽ ഇരുന്ന് പറഞ്ഞു തുടങ്ങും. അങ്ങനെ പറഞ്ഞു തുടങ്ങിയതായിരിക്കില്ല ലാസ്റ്റ് വീഡിയോയിൽ വരുന്നത്. ഫിൽറ്റർ ചെയ്ത് വേറൊരു ആദ്യത്തെ സംഭവം നോക്കാൻ തുടങ്ങി എൻ്റെ കയ്യിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കണ്ടന്റ് ആയിരിക്കും ലാസ്റ്റ് റിസൾട്ട് ആയിട്ട് വരുന്നത്. അപ്പോൾ ചിലപ്പോൾ കുറെ നേരം എടുക്കും, ചിലപ്പോൾ മണിക്കൂറുകൾ. ചിലത് ശരിയാകും, ചിലത് ശരിയാകത്തില്ല. ഇപ്പൊ ഗാലറി ഫുള്ള് തുറന്നു നോക്കിയാൽ ഫുൾ ടേക്ക് ആയിരിക്കും അല്ലേ? പണ്ട് ഞാൻ അപ്പ ഡിലീറ്റ് ചെയ്യായിരുന്നു. ഇപ്പൊ എനിക്ക് ഡിലീറ്റ് ചെയ്യാൻ സമയം കിട്ടുന്നില്ല. അപ്പൊ ഫുള്ളാ. സെനീറ്റ ഒരു ഡേ എങ്ങനെയാ പോകുന്നത് രാവിലെ എഴുന്നേക്കുന്നത് മുതൽ? രാവിലെ എഴുന്നേക്കുന്നത് വളരെ സിമ്പിൾ ആണ്. രാവിലെ എഴുന്നേക്കുന്നു, റെഡി ആവുന്നു, ഡ്യൂട്ടിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു,
ഫുഡ് ഉണ്ടെങ്കിൽ കഴിക്കുന്നു, അല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിക്കുന്നു, ആ. ഉറങ്ങുന്നു. ഇനിയിപ്പോൾ ഡ്യൂട്ടി ഇല്ലാത്തൊരു ഡേ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം വൈകി എഴുന്നേക്കാം. ഉം. പിന്നെ പള്ളിയിൽ പോവാൻ പറ്റുന്ന ദിവസമാണെന്നുണ്ടെങ്കിൽ പള്ളിയിൽ പോവും. ഉം. ഉച്ചയ്ക്ക് കുർബാന വരുന്നത്, അതുകൊണ്ട് രാവിലെ ഉണ്ട്, ഉച്ചയ്ക്ക് കുർബാന. അപ്പോൾ ഉച്ചയ്ക്കത്തെ കുർബാനയ്ക്ക് പോവും, ഉം. തിരിച്ചു വരും. അപ്പം തന്നെ ഒരു 2 മണിയൊക്കെ ആവും. ഈ പള്ളിയിൽ പോക്ക് മുടക്കത്തില്ല? മുടക്കാറുണ്ട്. ഉം. അത് സാധാരണ ഉള്ളവരെ പോലെയൊന്നും ഞാൻ പറയില്ല. എനിക്ക് ചിലപ്പോൾ മടിയൊക്കെ വരാറുണ്ട്. അപ്പം ഞാൻ പള്ളിയിൽ പോവാതിരിക്കാറൊക്കെ ഉണ്ട്. ഇത്രയും സത്യസന്ധമായിട്ട് എങ്ങനെ ഉത്തരം പറയാൻ പറ്റുന്നു? അത് പള്ളി പോവാതിരിക്കുന്നത് കൊണ്ടാണ് സത്യസന്ധമായിട്ട് ഉത്തരം പറഞ്ഞത്. പക്ഷെ എനിക്ക് ഇങ്ങനെ റിഗ്രറ്റ് വരാറുണ്ട്. പോവാത്തോണ്ട് പോവാൻ പറ്റിയിട്ട് പോവാൻ പോവാത്തതിന് റിഗ്രറ്റ് വരാറുണ്ട്. വീട്ടിലെ ഏറ്റവും വലിയ റോൾ മോഡൽ ആരായിരിക്കും? എല്ലാവരും റോൾ മോഡൽസ്. ഇതിപ്പോ ആരുടെയും പേര് പറഞ്ഞ അവരെന്തേലും ഇനി പറയും? അല്ല, എല്ലാവരുടെയും പഠിക്കാനുണ്ട്. ഓക്കെ. എല്ലാവർക്കും നെഗറ്റീവ്, എനിക്കും ഉണ്ട് നെഗറ്റീവ് വശം, എനിക്കും പോസിറ്റീവ് ഉണ്ട്. ഈ പോസിറ്റീവ് നെഗറ്റീവ് ഇല്ലാത്ത മനുഷ്യരില്ലല്ലോ. എന്നെ ക്ലോസ് ആയിട്ട് അറിയുന്നവർക്ക് ഞാൻ ആരാന്നറിയാം. ഞാനാരാന്നല്ല, എന്റെ നെഗറ്റീവ് അറിയാം, പോസിറ്റീവ് അറിയാം. ഇപ്പം ആൾക്കാരുടെ മുന്നിൽ ഫെയിമായി പാട്ടുകൾ ഇഷ്ടപ്പെട്ട് പാടുന്നു. ഇനി ഒരു നെക്സ്റ്റ് ലെവൽ എന്തായിരിക്കും? പ്ലാൻ ഉണ്ടോ? ഞാൻ ഈ ലെവലിൽ തന്നെ സ്വപ്നം കണ്ടിട്ടില്ല. അപ്പോൾ നെക്സ്റ്റ് ലെവൽ അങ്ങനെ ഞാൻ ചിന്തിക്കുന്നില്ല. ലൈക്ക് എല്ലാം എനിക്ക് ലൈഫിലാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒട്ടും ഡിസേർവ് ചെയ്യാത്ത കുറേ അനുഗ്രഹം ദൈവം തന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ദൈവത്തിന് പ്ലാൻ ഉണ്ടോ? ഇനി 2025 സെനീറ്റ് നാണം കെട്ട പരിപാടി ആരെങ്കിലും ഇപ്പം പ്രാർത്ഥിക്കാനൊക്കെ ഇരിക്കുവോ എന്ന ചിന്തകളൊക്കെ വന്ന് ആരെങ്കിലും പറയാറുണ്ടായിരുന്നോ? ഇല്ല, അങ്ങനെ ചില കമന്റ്സിൽ, അത് 1-2 കമന്റ്സ് ഒക്കെ ആദ്യത്തിലൊക്കെ ഞാൻ റിയാക്ട് ചെയ്തിരുന്നു. പിന്നെ എനിക്ക് തോന്നി അത് അവരവരുടെ ഒരു അഭിപ്രായമല്ലേ പറയുന്നത്. എന്തുവായിരുന്നു പറഞ്ഞത്? അത് ഞാൻ ഓർക്കുന്നില്ല. ഞാൻ ആവശ്യമില്ലാത്തത് ഓർക്കത്തില്ല. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞാൽ ഞാൻ ഓർക്കുന്നില്ല. ലൈക്ക് വായിക്കും, അപ്പൊ എനിക്ക് തോന്നും എന്തായിരിക്കും അവരങ്ങനെ ഇട്ടുണ്ടാവുക, പിന്നെ അത് ഞാൻ ലീവ് ചെയ്യും. എന്നാലും സെനീറ്റ് ശരിക്കും ഒരു അത്ഭുതം കേട്ടോ. ന്യൂ ജനറേഷൻ ഒരു പെൺകുട്ടി ഇപ്പോഴും ദൈവത്തിന്റെ പാട്ടുകൾ പാടി അതിൽ വൈറലാവുക എന്ന് പറഞ്ഞാൽ അതിനെ കയ്യടിയല്ല ഞങ്ങൾക്കൊന്നും തരാനില്ല കേട്ടോ. കുറെ പേര് ഇങ്ങനെ ആഗ്രഹിക്കുന്നവരുണ്ട്, എങ്ങനെയാ ചെയ്യാന്നറിയാതെ. കുറെ പേര് മെസ്സേജ് അയക്കാറുണ്ട്, ലൈക്ക് എനിക്കും ആഗ്രഹമുണ്ട് പാടണമെന്ന്, ദൈവത്തിന്റെ പാട്ട് പാടണമെന്നും ദൈവത്തിന്റെ കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരുണ്ട്. എങ്ങനെയാ ചെയ്യണ്ടേന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞ് കുറെ ആഗ്രഹിക്കുന്ന കുറെ പേരുണ്ട്. അപ്പൊ അവരോടല്ലേ ഈ നിമിഷം എന്തോ പറയാവുള്ളൂ? ക്യാമറ നോക്കി പറഞ്ഞു. അല്ല, നമുക്ക് എങ്ങനെ വേണേലും ദൈവത്തെ കൊടുക്കാം. അതിന് പാട്ട് തന്നെ വേണമെന്നില്ല. നമ്മളിപ്പോ ഒരു ബൈബിൾ എടുത്ത് ഒരു വചനം ഒരു ദിവസം വായിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ബാക്കിയുള്ളവർക്ക് അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, ഇനിയിപ്പം ദൈവത്തെ കൊടുക്കണമെങ്കിൽ ഇപ്പൊ ഞാൻ ക്രിസ്ത്യാനി ആയതുകൊണ്ടാണ് ക്രിസ്ത്യൻ കാര്യങ്ങൾ പറഞ്ഞത്. ക്രിസ്ത്യൻ കാര്യങ്ങളിലൂടെ മാത്രം ദൈവത്തെ കൊടുക്കണമെന്നില്ല. നമ്മൾ ചെയ്യുന്ന ഒരു നല്ല പ്രവൃത്തി അല്ലെങ്കിൽ ഒരു നല്ല തോട്ട്, ഒരാളെ ഭയങ്കര പോസിറ്റീവായിട്ടുള്ള എന്ത് തോട്ട് നമ്മൾ റീൽസിലൂടെ ചെയ്യാന്നുണ്ടെങ്കിൽ അത് ദൈവത്തെ കൊടുക്കുന്നത് തന്നെയാണ്. ഈ സെനീറ്റയുടെ പോസിറ്റീവിലൂടെ മറ്റുള്ളവർക്ക് സെനീറ്റ് പാട്ട് പാടി കൊടുത്ത് അവരെ ആശ്വസിക്കുമ്പോൾ സെനീറ്റ് എപ്പോഴെങ്കിലും ലൈഫിൽ ഒരു നിരാശയായിരുന്നിട്ടുണ്ടോ? ഒരു മനുഷ്യന്റെ ലൈഫിൽ എന്തായാലും നിരാശ ഉണ്ടാവുമല്ലോ. എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് നിരാശ വരുമ്പോഴാണ് അതിന് പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ് പാടുന്നത്. അപ്പോ ഉണ്ടാവും. പിന്നെ അത് സെറ്റാവും. ലൈക്ക് പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ വീട്ടിലേക്ക് വിളിച്ച് അല്ലെങ്കിൽ അറിയാവുന്ന ആരോടെങ്കിലും ഒക്കെ ഷെയർ ചെയ്ത് അത് അങ്ങ് ഓക്കെ ആവും. അപ്പൊ അതിന്റെ ഒരു റിസൾട്ടാണ് എൻ്റെ ഒരു റീലായിട്ട് വരുന്നത്. ഇത്രയും പാട്ടുകൾ പാടിയപ്പോഴും സെനീറ്റയുടെ മനസ്സിലെ ഏറ്റവും ഫേവറേറ്റ് സോങ് ഏതായിരിക്കും? ഞാൻ പാടിയതിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സോങ് ഈശോയുടെ ധാരണമാം എന്ന് പറഞ്ഞ പാട്ടാണ്. അത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ UK ഒരു ധ്യാനം കൂടാൻ പോയായിരുന്നു. അപ്പോൾ വെയിൽസിലായിരുന്നു ധ്യാനം അന്ന്. അന്ന് അവിടെ വന്ന അച്ഛൻ ഇങ്ങനെ പ്രാർത്ഥിച്ച് പറഞ്ഞൊരു കാര്യമാണ്, ലോകത്തെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളൊരു പ്രെയർ ഇതാണ്. ലൈക്ക് ക്രിസ്ത്യൻ വിശ്വാസം അനുസരിച്ച്, അതായത് ക്രിസ്ത്യൻ വിശ്വാസം അനുസരിച്ച് ഈശോ നമുക്ക് എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നാണല്ലോ. അപ്പൊ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് ഈശോയുടെ മരണമാണ് ഉള്ളത്. അത് വെച്ചിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ആ ഒരു പാട്ട് ഞാൻ പാടിക്കഴിഞ്ഞപ്പോ എനിക്ക് കിട്ടിയൊരു എനർജി അല്ലേ? കാരണം ഞാൻ ധ്യാനം കൂടി ഭയങ്കര ഒരു ഇതിലിരിക്കുന്ന സമയത്ത് ധ്യാനം, എല്ലാവർക്കും അറിയാം, ധ്യാനം കൂടി കഴിയുമ്പോ പിറ്റേ ദിവസം നമ്മളൊരു കുറച്ചൊരു ഭയങ്കരമായ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞൊരു ഇതിലായിരിക്കും ഇരിക്കുക.
അപ്പൊ ആ സമയത്ത് പാടിയതാണ്. അപ്പൊ ഞാൻ കുറെ പ്രാർത്ഥിച്ചൊരുങ്ങി പാടിയ പാട്ടാണ്. അപ്പൊ ആ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെ ഓർത്തിന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. സെനീറ്റ് ഇത്ര ഫീലായിട്ട് എങ്ങനെയാണ് പാടാൻ പറ്റുന്നേ? ഈ പാട്ട് ശരിക്കും ഭയങ്കര ഫീലുള്ള പാട്ടാണ്. ഈ നോമ്പിന്റെ സമയത്തല്ല, എന്നും ഉച്ചയ്ക്ക് 3 മണിയാകുമ്പോ കരണക്കൊന്ത ചൊല്ലാറുണ്ട്. ഞാനല്ല, എൻ്റെ അമ്മച്ചി ചൊല്ലാറുണ്ട്. എനിക്കങ്ങനെ ചൊല്ലാൻ പറ്റാറില്ല. ചൊല്ലണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ വല്ലപ്പോഴൊക്കെ ചൊല്ലാറുണ്ട്. അപ്പോൾ ഷാലോമിൽ അമ്മച്ചി ഷാലോം ചാനൽ വെക്കും. അപ്പൊ അതില് ഇങ്ങനെ വിഷ്വലോട് കൂടിയിട്ടാണ് ഈ പാട്ട് വരുന്നതാ. അപ്പോ ഒരു മനസ്സിന് കട്ടിയുള്ള ആൾക്കാരാണെങ്കിൽ പോലും ആ വിഷ്വല് കണ്ടു കഴിഞ്ഞാൽ, ഈ പാട്ട് ബാക്ക്ഗ്രൗണ്ട് വന്നു കഴിഞ്ഞാൽ കരച്ചിൽ വരും ഉറപ്പാണ്. അപ്പൊ അത്രയും ഫീലാണ് ആ പാട്ടിനും. പിന്നെ നമ്മള് എന്താന്നുള്ള കാര്യം കറക്റ്റ് ആയിട്ട് ആലോചിക്കും. സെനീറ്റ് പാടുമ്പോൾ സെനീറ്റ് എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ സെനീറ്റിന്റെ ഈ അമ്മച്ചി ആണെങ്കിൽ പോലും പറഞ്ഞിട്ടുണ്ടോ ഒരു പ്രത്യേക ഒരു ജീവനുണ്ട് സെനീറ്റ് പാടുമ്പോൾ? എന്റെ വീട്ടുകാരെന്നെ പ്രൊമോട്ട് അല്ല, അവര് എന്നെ പ്രൊമോട്ട് ചെയ്യാൻ ഞാൻ മതിയെന്നല്ലേ? അല്ല, നോർമലി നമ്മളിങ്ങനെ പറയില്ലേ, അധികം അങ്ങനെ പൊക്കി. പക്ഷെ അവര് ഭയങ്കര ഹാപ്പിയാണ്. ഈ സിനിമയിൽ പാടാൻ ഓഫർ വന്നിട്ടുണ്ടോ? ഇല്ല, സിനിമയിൽ പാടാൻ എനിക്ക് ഓഫർ വന്നിട്ടില്ല. ഉടനെ ഓഫർ വരട്ടെ. ഓഫർ വന്നാലും എനിക്ക് പാടാൻ പറ്റുമെന്ന് അറിയില്ല. ഇനി ഇപ്പൊ ഞങ്ങൾക്ക് വേണ്ടി, പ്രേക്ഷകർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു പാട്ട് ഏതായിരിക്കും? നാദാ നിന്നെ കാണാൻ, നിൻ പാദങ്ങൾ പുൽകാൻ, നിൻ കൃപയിൻ ആഴമറിയാൻ. നാദാ നിന്നെ കാണാൻ, നിൻ പാദങ്ങൾ പുൽകാൻ, നിൻ കൃപയിൻ ആഴമറിയാൻ. നിഷ്ഫലമാം ജീവിതങ്ങളെല്ലാം നിസ്തുലമായി പൂവണിഞ്ഞിടാൻ. നിഷ്ഫലമാം ജീവനിൽ ദിവ്യമാരി പെയ്തിറങ്ങി നിസ്തുലമായി പൂവണിഞ്ഞിടാൻ. ഓ നൈസ്. ഇതെല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമുള്ള ഒരു പാട്ടല്ലേ? സെനീറ്റ് ഒരു പാട്ട് പഠിക്കാൻ എത്ര ടൈം എടുക്കും? ഞാൻ പാട്ട് പഠിക്കാൻ കുറച്ച് സമയം എടുക്കും. ഇപ്പൊ ഇത് വെച്ച് പാടാന്നുണ്ടെങ്കിൽ എനിക്ക് കോഡ്സ്, എനിക്ക് സ്ട്രമ്മിങ് പാറ്റേൺ അങ്ങനെ ഒന്നും അറിയത്തില്ല. പക്ഷെ എനിക്ക് ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പീസ്ഫുൾ ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് ആണ് ഞാൻ ഈ യുക്കലിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കോഡ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സമയം എടുക്കും. എനിക്കങ്ങനെ മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാൻ കുറച്ച് പ്രശ്നമുണ്ട്. പക്ഷെ എളുപ്പമുള്ള പാട്ടാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പാടും. ഇനി ഇപ്പൊ ക്രിസ്മസ് എടുക്കുക അല്ലേ? നമ്മൾ ക്രിസ്ത്യാനികൾക്ക് ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ആഘോഷമാണ്. പക്ഷെ ക്രിസ്മസ് കരോളെന്ന് പറയുമ്പോൾ ജാതിമത ഭേദമന്യേ എല്ലാവരും ഒരേ സ്വരത്തിൽ പാടുന്ന ഒരു പാട്ടുണ്ട്. ഏതായിരിക്കും? താരകം തന്നെ നോക്കി ആട്ടിടയർ നടന്നു, താരകം തന്നെ നോക്കി ആട്ടിടയർ നടന്നു, തേജസ് മുന്നിൽ കണ്ടു അവർ ബേഥലേം തന്നിൽ വന്നു, തേജസ് മുന്നിൽ കണ്ടു അവർ ബേഥലേം തന്നിൽ വന്നു. രാജാതിരാജന്റെ പൊൻതിരുമേനി, രാജാതിരാജന്റെ പൊൻതിരുമേനി അവർ കാലിത്തൊഴുത്തിൽ കണ്ടു. വർണ്ണരാജികൾ വിടരും വാനിൽ, വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ, താരക രാജകുമാരിയോടൊത്തന്നു തിങ്കൾ കലപാടി. ഗ്ലോറിയ അന്നു തിങ്കൾ കലപാടി, ഗ്ലോറിയ. ഇനിയിപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, സെനീറ്റ് ക്രിസ്ത്യൻ പാട്ട് മാത്രമേ പാടത്തുള്ളൂ, സിനിമാ പാട്ടുകൾ പാടാറില്ലേ എന്ന്. ഇന്ന് നമ്മുടെ ഇന്റർവ്യൂ നമ്മളങ്ങ് തിരുത്തുക. ഞാൻ സിനിമാ പാട്ട് പാടാൻ എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ സിനിമ പാട്ട് പാടാൻ തോന്നുമ്പോൾ സിനിമ പാട്ട് പാടും. ഡിവോഷണൽ സോങ്സ് ആണ് ഇപ്പോൾ
എന്താ പാടാൻ തോന്നിയെന്നുണ്ടെങ്കിൽ ഡിവോഷണൽസ്. അങ്ങനെ എനിക്ക് നിർബന്ധമൊന്നുമില്ല സിനിമാ പാട്ട് പാടരുത്, ഡിവോഷണൽ സോങ്സ് മാത്രം പാടാവൂ, അങ്ങനെയൊന്നുമില്ല. ഇപ്പം സിനിമയിലെ ഒരു പാട്ട് പെട്ടെന്ന് പാടാൻ പറഞ്ഞ ഏതായിരിക്കും പാടുന്നത്? അങ്ങു വാനക്കോണില് മിന്നി നിന്നൊരമ്പിളി, അമ്പിളിക്കലയ്ക്കുള്ളില് ചൂരക്കൺമുയൽ, ഇങ്ങ് നീലത്തുരത്തില് നീർപ്പരപ്പിൽ നിഴലിടും, അമ്പിളിക്കലയ്ക്കുള്ളില് ആമക്കുഞ്ഞനോ, ആമക്കുറുമ്പനെന്ന് നെഞ്ചത്ത് വെറ്റില ചെല്ലവുമായി താനെ വലിഞ്ഞു കേറി ദൂരത്തിൽ എങ്ങു പതുങ്ങിയല്ലോ, താരക്കൊളുത്തുള്ളൊരാ ചെലുക്കും വെറ്റില ചെല്ലത്തിലോ, ഭൂമിയെ പാടെ മൂടും അത്രയും വെറ്റിലയിട്ടു വെക്കാൻ കുഞ്ഞിളം വാവേ, കഥ കേട്ട് മെല്ലെ മിഴിപ്പോട്ട് മാറിൻ ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നേ, തളരാതെയോമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളര് വളര്. സെനീറ്റ, ഈ പാട്ടൊക്കെ കേട്ട് ആർക്കെങ്കിലും ക്രഷ് തോന്നിയിട്ടുണ്ടോ? അതെനിക്കറിയില്ല. മെസ്സേജ് ഒന്നും വന്നിട്ടില്ല? മെസ്സേജ് റിക്വസ്റ്റിൽ ഇങ്ങനെ വരാറുണ്ട്, പക്ഷെ കുറച്ചൊക്കെ. സെനീറ്റ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ എക്സ്പെക്ടേഷൻ എന്തുമായിരിക്കും? ഓരോരുത്തർക്കും ഓരോ എക്സ്പെക്ടേഷൻ കാണുമല്ലോ തീർച്ചയായിട്ടും. അങ്ങനെ സെനീറ്റയുടെ എന്തുമായിരിക്കും? നല്ലൊരു മനുഷ്യനാണ്. ഓക്കെ. പാട്ട് പാടാൻ കഴിവുള്ളവരായിരിക്കണമെന്നുണ്ടോ? ഇല്ല, പാട്ട് പാടാൻ കഴിവുണ്ടാവണമെന്ന് എനിക്ക് നിർബന്ധമില്ല. കാരണം ഞാൻ പാടുന്നുണ്ടല്ലോ. പാട്ട് ആസ്വദിക്കുന്ന ഒരു ആളായിരിക്കണം. ഓക്കെ. പിന്നെ പാട്ടായിട്ട് ബന്ധമുള്ള ഒരാള്. യഥാർത്ഥത്തിൽ എന്റെ കല്യാണം ഫിക്സ്ഡ് ആണ്. പാട്ടായിട്ട് എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആള് ആണ്. അപ്പൊ അതുപോലെ തന്നെയാണ്. സെനീറ്റ ഇനി ഏത് പാട്ടാ പാടുന്നേ? ഞാൻ എപ്പോഴും പാടാറുള്ള, ആരെപ്പോ ചോദിച്ചാലും പാടുന്ന ഒരു പാട്ടാണ്. എപ്പോഴും എത്ര വലിയ തിരക്കാണെങ്കിലും എത്ര പാട്ട് പാടാൻ പറഞ്ഞാലും പെട്ടെന്ന് ഓർമ്മ വരുന്നൊരു പാട്ടായിരിക്കും അല്ലേ? ഫസ്റ്റ് ഓർമ്മ വരുന്ന പാട്ട്. കുന്നിമണിച്ചിപ്പു തുറന്നെണ്ണി നോക്കും നേരം, പിന്നിൽ വന്നു കണ്ണു പൊത്തും തോഴനിങ്ങു പോയി, കാറ്റു വന്നു പൊന്മുളതൻ കാതിൽ മൂളും നേരം, കാത്തു നിന്ന തോഴനിന്നെ ഓർത്തു പാടും പോലെ, കുന്നിമണിച്ചിപ്പു തുറന്നെണ്ണി നോക്കും നേരം, പിന്നിൽ വന്നു കണ്ണു പൊത്തും തോഴനിങ്ങു പോയി. ഓ, അടിപൊളി അടിപൊളി അടിപൊളി. സെനീറ്റ ഇത്രയും സെനീറ്റയെ സ്നേഹിക്കുന്ന സെനീറ്റയുടെ ഫ്രണ്ട്സിനോടും അല്ലെങ്കിൽ ഫാമിലിയോടും സെനീറ്റയെ സപ്പോർട്ട് ചെയ്യുന്ന പ്രേക്ഷകരോട് എന്ത് നിമിഷം പറയാനുള്ളത്? ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എൻ്റെ പാട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയായി. പിന്നെ എനിക്ക് എന്താ ഓരോരുത്തർ ഇങ്ങനെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പിന്നെ എല്ലാവർക്കും എന്താ ഇങ്ങനെ പാട്ട് പാടാനും കൊച്ചു കൊച്ചു കഴിവുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് മാക്സിമം നമ്മൾക്കിപ്പോൾ ലൈഫ് എന്തായാലും കുറെ സ്ട്രെസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും. അപ്പോൾ അതിനു വേണ്ടി ഡൈവേർഷൻ ആയിട്ട് യൂസ് ചെയ്യുക, പോസിറ്റീവായിട്ട് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ. എല്ലാവരും ഇന്ന് പറയുന്നത് ഞങ്ങൾ ബിസിയാണ്, തിരക്കാണ്. ശരിക്കും നമുക്ക് സമയം കണ്ടെത്താനുള്ളതേ ഉള്ളൂ അല്ലേ ശരിക്കും? കാരണം അതിന് ഉദാഹരണമാണല്ലോ, സെനീറ്റ തിരക്കിൽ നിന്നാണല്ലോ ഈ സമയം മാറ്റി വെച്ചിട്ട് ചെയ്യുന്നത്. തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഒക്കെ? ഉണ്ട്, പക്ഷേ നമുക്ക് അത് ഓരോരുത്തരുടെ ജീവിതം എങ്ങനെയാണ്, ഓരോരുത്തർ എങ്ങനെയാണ് തിരക്കാവുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ എനിക്ക് തിരക്കിൻ്റെ ഇടയിൽ ചില സമയത്ത് എനിക്ക് പാട്ടുകളൊന്നും ചെയ്യാൻ പറ്റാതെ എൻ്റെ കുറേ വീക്സ് അങ്ങനെ പോവും, ഭയങ്കര തിരക്ക് വരുമ്പോൾ. അപ്പോൾ എല്ലാവർക്കും പറ്റുന്ന രീതിയിലൊക്കെ മാക്സിമം റിലാക്സ്ഡ് ആയിട്ട് ഇങ്ങനെയുള്ള കഴിവുകൾ സ്വന്തം റിലാക്സേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. സെനീറ്റ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഈ ചിരിവിടലിലെ പാട്ടുകൾ ഇനിയും ഒരുപാട് പാട്ടുകൾ പാടുക, ഒരുപാട് ഉയരങ്ങളിൽ എത്തുക. അപ്പോൾ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് താങ്ക് യു.